പത്തനംതിട്ട തിരുവല്ല കുമ്പനാട് നിന്നുമാണ് ഈ വാർത്ത വരുന്നത്. അവിടെ കാരൽ സംഘത്തിന് നേരെ സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം ഉണ്ടായി. സ്ത്രീകളടക്കം 8ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് വിവരം. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, മെറി ക്രിസ്മസ്. എന്തായാലും അവിടെ നിന്ന് വരുന്ന വാർത്ത അത്ര നല്ലതല്ല. എന്താണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് കാരണമായത്? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പ്രജിൻ, മെറി ക്രിസ്മസ്. എന്തായാലും ഈ ക്രിസ്മസ് ദിനത്തിൽ പങ്കുവെക്കാൻ കഴിയാത്തൊരു വാർത്ത തന്നെയാണ് ഏറ്റവും ഒടുവിൽ തിരുവല്ല കുമ്പനാട് നിന്ന് വരുന്നത്. ഇവിടെ കരോൾ സംഘം കരോൾ ഗാനമൊക്കെ പാടി പോവുകയായിരുന്നു. ഈ സമയത്താണ് സാമൂഹ്യ വിരുദ്ധർ, ഇവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇവർ സംസാരിച്ചതിനിടെ എന്തോ തമ്മിൽ പറഞ്ഞ തെറ്റിയതാണെന്ന് മനസ്സിലാക്കുന്നു. ഈ കരോൾ സംഘത്തിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഒരു വീട്ടിന്റെ ഭാഗത്തേക്ക് കയറി നിന്നുകൊണ്ട് മാത്രമാണ് ഇവരെല്ലാവരും തന്നെ രക്ഷപ്പെട്ടത്. ഈ സംഘത്തിൽ 5ഓളം പേരുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഈ കരോൾ സംഘത്തിന് നേരെ ആക്രമണം നടത്തുകയായിരുന്നു ഈ സാമൂഹ്യ വിരുദ്ധ സംഘം. എന്തായാലും 8ഓളം പേർക്ക് പരുക്കുണ്ട്. സ്ത്രീകളടക്കമുള്ള ആളുകളാണ്. എന്തായാലും കുറെ നേരം വഴക്കിട്ടതിന് ശേഷം ആ ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിനുശേഷം മാത്രമാണ് അവർ അവിടെ നിന്ന് പിരിഞ്ഞു പോയത്. എന്തായാലും പോലീസ് ഈ വിഷയത്തെ ഗൗരവമായാണ് കാണുന്നത്. പാലക്കാട്ടെ സംഭവമൊക്കെ നമുക്ക് മുന്നിലുണ്ട്. എന്തായാലും അത്തരത്തിലൊരു വർഗീയമായ അല്ലെങ്കിൽ അത്തരത്തിലൊരു വിഷയമായി ഇതിനെ കാണുന്നില്ല. പക്ഷേ മദ്യപ സംഘമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ചിലരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കാര്യമായ രീതിയിലുള്ള കുഴപ്പം ഉണ്ടായിട്ടില്ല എന്നും ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാനാകും. എന്തായാലും കരോൾ സംഘത്തിന് നേരെയാണ് സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം ഉണ്ടായത്. ഇവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. ശ്രീത്ത്, ഇതിൽ ഈ സാമൂഹ്യ വിരുദ്ധരാണ് എന്ന് പറയുന്നുണ്ട്, മദ്യപിച്ചിട്ടാണ് ബഹളം വെച്ചതെന്നും പറയുന്നു. പക്ഷേ ഇത്തരം പ്രവണതകൾ നമുക്ക് ഈ ഘട്ടത്തിൽ ഇങ്ങനെ വരുന്നത് അത് ഒരു രീതി നല്ലതല്ല എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇതിൽ എന്താണ് ഒരു കേസായിട്ടുണ്ടോ? ഇതിന്റെ അന്വേഷണം എങ്ങനെയാണ്? ഈ ഇവരെക്കുറിച്ച്, ഈ സാമൂഹ്യ വിരുദ്ധരെ കുറിച്ച്, ഇതിൽ ഉൾപ്പെട്ട ആളുകളെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ അതൊക്കെ ലഭിച്ചിട്ടുണ്ടോ പോലീസിന്? ദൃശ്യങ്ങളടക്കം നമുക്കും ലഭിച്ചിട്ടുണ്ട്, അത് പോലീസിനും ലഭിച്ചിട്ടുണ്ട്. ഇവരെ കുറിച്ച് കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ ഇതുവരെ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മൊഴിയടക്കം രേഖപ്പെടുത്തി കേസെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കോയിപ്പുറം പോലീസ് സ്റ്റേഷന്റെ പരിധിയാണെന്ന് മനസ്സിലാക്കുന്നു. കോയിപ്പുറം പോലീസ് ഈ വിഷയത്തിൽ കാര്യമായ രീതിയിൽ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ഈ പ്രതികൾ ഉടൻ തന്നെ പിടിയിലാകും എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ കാരോൾ സംഘത്തിൽപ്പെട്ട ആളുകളുടെ മൊഴി വിശദമായി ഇന്ന് രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. എന്തായാലും ദൗർഭാഗ്യകരമാണ്. ഈ ക്രിസ്മസ് ദിനത്തിൽ അത്തരത്തിലൊരു സംഭവം ആവർത്തിക്കാൻ പാടില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ ഈ പരിക്കേറ്റവരുടെ നിലയിൽ ആർക്കും തന്നെ കാര്യമായ രീതിയിലുള്ള പരിക്കുകളില്ല എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും പോലീസ് ഈ വിഷയത്തെ ഗൗരവമായി തന്നെയാണ് കാണുന്നത്. അന്വേഷണം നടക്കുന്നുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് അടക്കം ഈ വിഷയത്തിൽ പോയിട്ടുണ്ട്. പ്രജിൻ, ക്രിസ്റ്റീന. ശരി, അത്തരം ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്നാണ് നമ്മളുടെയും ഒരു ആഗ്രഹം. അല്ലെ, ദൗർഭാഗ്യം എന്ന് പറഞ്ഞതിനപ്പുറത്ത് എന്തിനാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നതെന്നുള്ളതാണ്. എന്തിനാണ് ആൾക്കാർ ഇങ്ങനെ ഒരു മനോഭാവം കാണിക്കുന്നുള്ളതാണ്. കാരണം ഈ പറഞ്ഞ നല്ലേപ്പള്ളിയും തത്തമംഗലവും ഒക്കെ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ ആ വാർത്തകൾ കണ്ട് നമ്മൾ ഞെട്ടിയതാണ്. സ്കൂളിൽ പോലും ക്രിസ്മസ് ആഘോഷം നടത്താൻ പാടില്ല എന്ന് പറയുന്നത് പ്രത്യേക വിഭാഗം ആൾക്കാർ, VHPയുടെ പ്രവർത്തകർ എന്ന് പറയുന്നു, അവർ വരുന്നു. 3 പേരാണ് ചെന്ന് എനിക്ക് തോന്നുന്നു മതേതര കേരളത്തിന്റെ ഒരു പരിചിതമായിട്ടൊന്നും ഇവരെ ഒന്നും കൂട്ടാൻ പോലും പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എന്തായാലും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്ന മദ്യപാനം, ആ മദ്യപാനത്തിൽ സ്വബോധം നഷ്ടപ്പെട്ട് മറ്റുള്ളവരെ ആക്രമിക്കാനുള്ള ഒരു ശ്രമം, അങ്ങനെ പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ചിലർക്ക് സംഭവിക്കുന്നത് വലിയ ഭാഗ്യമാണ്. കാരണം ക്രിസ്മസ് ആഘോഷത്തിനായി ഇറങ്ങിയ ഒരു വിഭാഗമാണ് ഇപ്പോൾ പരിക്കേറ്റ് കണ്ടെത്തുന്നത്.